10 ലക്ഷത്തോളം സ്റ്റാമ്പുകൾ, എയർ മെയിൽ കവറുകൾ. അപ്പോൾ ഇത്രയും ശേഖരിക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? 66 വർഷമായിട്ട് തുടരുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്ന ആൾക്ക് എത്ര വയസ്സുണ്ടാവും? 78 വയസ്സുണ്ട്. ആലുവ സ്വദേശിയെ PK കുരുവിളയുടേതാണ് ഇത്രയും ലക്ഷങ്ങളുടെ സമ്പാദ്യം. ഇത് വളരെ റെയറായിട്ടുള്ളൊരു കവറാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇത് ഇന്ത്യയിലേക്ക് വന്ന ഒരു കവറാണ്. 10 കവേഴ്സാണ് ഇന്ത്യയിലേക്ക് അന്ന് ആ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 10 എണ്ണത്തിൽ ഇപ്പം അറിയാവുന്നിടത്തോളം ഇന്ത്യയിൽ ഇത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് എയർമെയിൽ ഫ്രം ഇംഗ്ലണ്ട് ടു ഇന്ത്യ. ആദ്യമായിട്ട് 1929 ഈ കവറാണ് ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ ഷിപ്പില്ലാതെ ഇന്ത്യയിലേക്ക് വന്നത്. 13-ാം വയസ്സിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് സ്റ്റാമ്പ് ശേഖരണത്തോട് കുരുവിളയ്ക്ക് കൗതുകം തോന്നുന്നത്. അന്ന് തുടങ്ങിയ ശേഖരം ഇന്ന് 78-ാം വയസ്സിലും കുരുവിള തുടരുന്നു. അപൂർവമായ സ്റ്റാമ്പുകളും എയർ മെയിൽ കവറുകളുമായി വിലമതിക്കാനാവാത്ത തരത്തിൽ അവ വളർന്നു. 1958 സെൻറ്റ് ആൽബർട്ട്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു വെൻഡർ 1948 മഹാത്മാഗാന്ധിയുടെ 4 സ്റ്റാമ്പ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. ഈ 4 സ്റ്റാമ്പും കൂടി പുള്ളി 13 രൂപയ്ക്ക് അതിൻ്റെ മുമ്പിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് 13 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്, ഇന്നത്തെ പോലല്ല. അപ്പം ആ 13 രൂപ ഞാൻ ഫാദറിനോട് ബെഗ് ചെയ്ത് പിടിച്ച് അത് വാങ്ങിച്ച് ഈ സ്റ്റാമ്പ് 4 എണ്ണം വാങ്ങിച്ചു. ഇതാണ് എൻ്റെ സ്റ്റോറി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ സ്കൂൾ പിള്ളേരെ പോലെയും എവിടെയും കിട്ടുന്ന സ്റ്റാമ്പുകളെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വെക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എയർഫോഴ്സിൽ പോയതും ഒരു 74 ആർമി പോസ്റ്റൽ സർവീസ് തുടങ്ങിയ ബ്രിഗേഡിയർ വിർക്ക് എന്ന് പറഞ്ഞ ഒരു ജെൻറ്റിൽമാനെ ഐ ഹാവ് മെറ്റ് ഹിം. പുള്ളി അന്നേരം എന്നോട് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ജനറലായിട്ട് കളക്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് നിർത്തുക, ജനറലായിട്ട് കളക്ട് ചെയ്യുന്നത് ശരിക്കുള്ള ഒരു കളക്ടറിൻ്റെ ഒരു ഇതല്ല, യു സ്പെഷ്യലൈസ് ഇൻ ടു സർട്ടൻ ഫീൽഡ്സ് എന്ന് പറഞ്ഞു. അന്നേരം തൊട്ടാണ് എൻ്റെ കളക്ഷൻ വേറൊരു ദിശയിലേക്ക് മാറിയത്. വർക്കിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്ത്യൻ സ്റ്റാമ്പ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്റ്റാമ്പ്സ് കിട്ടുന്നിടത്തു നിന്നെല്ലാം സ്റ്റാമ്പ്സും കവേഴ്സും വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഊഹം പറയുവാണെങ്കിൽ ഒരു 10 ലക്ഷത്തോളം ഫിലാറ്റലിക് മെറ്റീരിയൽസ് ഉണ്ട്. അതിപ്പോൾ ഇങ്ങനെ ഓരോ ഫീൽഡിലേക്കുള്ളത് സ്പെഷ്യലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എക്സിബിഷൻസിലേക്ക് ആക്കത്തക്കവണ്ണമുള്ള സ്റ്റാൻഡേർഡിലേക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ടുള്ള ജോലി. ഞാൻ ഫുള്ളായിട്ട് സോർട്ട് ചെയ്ത് എക്സിബിഷൻ സ്റ്റാൻഡേർഡിലാക്കിയ ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ എയർമെയിൽസ്. അതാണ് ഇപ്പോൾ പല എക്സിബിഷൻസിലും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഡംഡം ടു നഹറ്റി ആദ്യത്തെ ലേഡി പൈലറ്റ് ഇന്ത്യയിൽ ഫ്ലൈ ചെയ്ത് അവർ ക്യാരി ചെയ്ത കവറാണ്. ജോൺ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് മെർച്ചൻറ്റ് ഫ്രം ടെല്ലിച്ചെറി. ദിസ് ഡോക്യുമെൻറ്റ് സേസ് അബൌട്ട് ദി പെപ്പർ ടു ബി സെൻറ്റ് ടു ഫ്രാൻസ്. എൻ്റെ കളക്ഷനിലെ ഏറ്റവും ഓൾഡസ്റ്റ് സാധനമാണിത്. 1745 എന്ന് പറയുമ്പം ഇപ്പോൾ ഏതാണ്ട് 300 കൊല്ലം ആകാൻ പോകും. മഹാരാജാക്കന്മാരുടെ കവേഴ്സ് ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് പാലസ് കവേഴ്സ്. ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ നടക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, അവർ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്തേക്കാണ്. അവരുടെ ഗ്രാൻഡ് സൺസ് ദേ ആർ സെല്ലിങ് ഓഫ് ദീസ് തിങ്സ്. അപ്പം നമ്മളത് അവിടെ നിന്ന് വിളിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൊടുത്ത് ഇവിടെ വരുമ്പോഴത്തേനും ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി അഫെയർ. പോസ്റ്റ് കാർഡ് ഫോട്ടോഗ്രാഫ്ഡ് സൈൻഡ് ബൈ ദ പൈലറ്റ് ഉണ്ട്. അതിനൊക്കെ ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഫോട്ടോയ്ക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ? ഒന്നാമത് കിട്ടാനില്ല. കിട്ടുവാണെങ്കിൽ തന്നെ അതിനൊരു 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. ഇപ്പം ഞാൻ 78 വയസ്സായി. അതുകൊണ്ട് ഇനി ഒരു ഇന്ത്യൻ കോമ്പറ്റീഷനും ഒരു വേൾഡ് കോമ്പറ്റീഷനും കൂടിയേ ഞാൻ നോക്കുന്നുള്ളൂ. ചരിത്രത്തിൻ്റെ അപൂർവമായ ശേഖരങ്ങളാണിത്. ഇതിനോടകം 6ഓളം ഫിലാറ്റലിക് കോമ്പറ്റീഷനുകളിൽ ഈ ശേഖരങ്ങൾ മത്സരിച്ചു. ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മത്സരമാണ് ലക്ഷ്യം. ഇതിനായുള്ള തയ്യാറെടുപ്പിലാണ് കുരുവിള ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഈ കളക്ഷനുകളും. കൊച്ചിയിൽ നിന്നും ജോയ് സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്. വിഷു നമുക്കൊപ്പമുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷു, ഈ 10 ലക്ഷത്തോളം സ്റ്റാമ്പുകളും എയർ മെയിലുകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലത്തെ ഒരു തപസ്സെന്ന പോലെ ഇതിന് പിന്നാലെ നടന്നാലേ ഇതൊക്കെ സാധ്യമുള്ളൂ. എത്ര പണവും ചെലവഴിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്രയും ഒരു കരുത്തൊക്കെ കിട്ടിയത് അദ്ദേഹത്തിന്?
ഈ എയർഫോഴ്സിലെ ജോലിയായിരുന്നു ഈ തരത്തിലുള്ള സീരിയസ് ആയിട്ട് ഈ ഒരു മേഖലയിലോട്ട് തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിനുശേഷം എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച് പിന്നീട് എറണാകുളത്ത് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ജോലി നോക്കുകയും ഉണ്ടായിരുന്നു. അതിൽ നിന്നും വിരമിച്ച് 2019ഓടെയാണ് ഈ മത്സര രംഗത്തോട്ട് അദ്ദേഹം എത്തുന്നത്. ഈ എക്സിബിഷനുകളിലെ അടക്കമുള്ള മത്സരങ്ങളിൽ കൊണ്ടുപോകുന്നത് 2019 ശേഷമായിരുന്നു. അപ്പോൾ ഈ ഓരോ എക്സിബിഷനുകൾക്ക് കൊണ്ടുപോകുമ്പോഴും വളരെയേറെ റിസർച്ച് വേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഓരോ എയർമെയിലിൻ്റെയും അതുപോലെ തന്നെയുള്ള സ്റ്റാമ്പുകളുടെയും എല്ലാം ഒരു ചരിത്രം, അത് എങ്ങനെ, ഇവിടെ നിന്ന്, എന്ത് എന്നൊക്കെ തുടങ്ങുന്ന കുറേ ചരിത്രങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ 2019 മുതൽ അതിലാണ് അദ്ദേഹം കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് 79 വയസ്സായി. അപ്പോൾ ഈ ഒരു കാലത്ത് രാവിലെ മുതൽ ഇതിനു വേണ്ടി ഈ എക്സിബിഷനുകൾക്കായി ഓരോ പ്രത്യേക തരത്തിൽ തയ്യാറാക്കുകയും അതിനുവേണ്ട റിസർച്ചുകൾ നടത്തിയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വളരെയേറെ നമുക്കൊക്കെ ഒരു മാതൃകയാക്കാവുന്ന തരത്തിൽ ഈ ഒരു കാലത്തും അദ്ദേഹം ഈ കാണിക്കുന്ന ഒരു ഊർജ്ജസ്വലതയും അതുപോലെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു അനുകരിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഇതിനോടകം 6ഓളം എക്സിബിഷനുകളിൽ അദ്ദേഹം മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ദേശീയ തലത്തിലുള്ള ഒരു മത്സരവും അതിനുശേഷം ലോകത്തിൽ തന്നെ ഒരു എക്സിബിഷനും പങ്കെടുക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അതിനുവേണ്ടിയുള്ള ഓരോ എക്സിബിഷനും എന്തൊക്കെ പ്രദർശിപ്പിക്കണം, ഏത് സ്റ്റോറി പ്രദർശിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തി അതുപോലെ അതിൽ റിസർച്ച് നടത്തിയാണ് ഇപ്പോൾ അദ്ദേഹം ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ സമയം ചെലവഴിക്കുന്നത്. ശരി, എന്തായാലും ഫയലുകളിൽ ഇങ്ങനെ നിറച്ചു വെക്കലല്ല, ഓരോ സ്റ്റാമ്പിൻ്റെയും ഓരോ എയർമെയിലിനും പിന്നിലുള്ള ചരിത്രപരമായ കഥ എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാക്കുന്നത്. വലിയ ഒരു സംരംഭം എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. പലർക്കും മാതൃകയാക്കാവുന്നതാണ്.